ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കുഴൽ കിണറുകളെ കുറിച്ചാണ്. മൈ ബെറ്റർ ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഴൽ കിണറുകളുടെ സീസണാണ് വരാനിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ് വളരെ രൂക്ഷമായിട്ട് അനുഭവപ്പെടുക. സാധാരണ നിലയിൽ നമ്മുടെ പ്ലോട്ടിൽ അല്ലെങ്കിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ബോർവെല്ലുകൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള ഒരു സൈറ്റിൽ ബോർവെൽ അടിക്കുന്നതിന്റെ വിഷ്വലുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളും തമിഴ്നാട് രജിസ്റ്റേർഡ് വണ്ടികളുമാണ് ഇത്തരത്തിലുള്ള ബോർവെല്ലിൻ്റെ വർക്കുകൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത്. അതിന് ആര് കുഴിച്ചാലും ഇവർ കൊണ്ടുവരുന്ന യന്ത്ര സാമഗ്രികൾ നമ്മുടെ സൈറ്റിലും നമ്മുടെ സിറ്റുവേഷനും അനുസരിച്ചിട്ടുള്ളതാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 2 വണ്ടികളാണ് ഇവിടെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ചില കേസുകളിൽ ഒരു വണ്ടി കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഒരു വണ്ടിക്കകത്ത് എയർ കംപ്രഷൻ യൂണിറ്റും മറ്റൊരു വണ്ടിയിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഷാഫ്റ്റുകളും പൈപ്പുകളും മറ്റു യന്ത്ര സാമഗ്രികളും ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരിട്ട് നമ്മുടെ പ്ലോട്ടിലേക്ക് വണ്ടി എത്തില്ലെങ്കിലും നമ്മുടെ പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു 10 മീറ്ററോ 15 മീറ്ററോ അകലെയെങ്കിലും ഈ വണ്ടി വന്ന് നിർത്താൻ സാധിച്ചാൽ മാത്രമേ മെഷീനുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എയർ പ്രഷറുകൾ ഇവർക്ക് പൈപ്പ് വഴി നമ്മുടെ സൈറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ കൊണ്ടുവരുന്ന മെഷീനുകൾക്ക് എത്ര ആഴത്തിലേക്ക് കുഴിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മെഷീനാണ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. ഈ ഒരു എയർ കംപ്രസറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് എത്രത്തോളം ആഴത്തിലേക്ക് കുഴിക്കാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ ഉള്ളത് അറ്റ്ലസ് കോപ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീഡിഷ് കമ്പനിയാണ് അറ്റ്ലസ് കോപ്കോ. ഇതിന്റെ HAVS 600 എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മെഷീന് കൊണ്ട് 400 അടി വരെ താഴ്ചയിലേക്ക് കുഴിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ നമ്മുടെ സൈറ്റിൽ നമുക്ക് വെള്ളം കാണാൻ സാധ്യതയുള്ളത് ഒരു 500 അടിയിലോ അല്ലെങ്കിൽ 600 അടിയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇവിടെ കുഴിക്കാൻ പറ്റില്ല. അറ്റ്ലസ് കോപ്കോയുടെ തന്നെ വേറെ മോഡൽ മെഷീനുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നമ്മൾ ബോർവെൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എത്ര ആഴത്തിലായിരിക്കും നമുക്ക് വെള്ളം കാണാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം പലപ്പോഴും മലയാളികളായിട്ടുള്ള ഏജന്റുമാരായിരിക്കും ഇത്തരത്തിലുള്ള തമിഴ്നാട് ബോർവെൽ ടീമുകളെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നത്. അത്തരത്തിലുള്ള മലയാളി ഏജന്റുമാരോട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ നമ്മുടെ സൈറ്റിൽ ഇത്ര ആഴത്തിലാണ് ബോർവെൽ അടിക്കാനുള്ളത്, അതിനാവശ്യത്തിനുള്ള കപ്പാസിറ്റി ഉള്ള എക്യുപ്മെന്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി എത്ര ആഴത്തിൽ നമ്മുടെ സൈറ്റിൽ വെള്ളം കാണാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഓരോ ജില്ലയിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകളുടെ അഡ്രസ്സ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നിർണ്ണയിച്ച് നൽകുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സർക്കാർ സ്ഥാപനത്തിനെ ആശ്രയിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെ ആശ്രയിച്ച് സ്ഥാനം നിർണ്ണയിച്ചാലും 100% ആക്യുറസി ഇവരാരും തന്നെ ഉറപ്പ് തരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തികളെ വിളിക്കണോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഏജൻസികളെ ഏൽപ്പിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് വിട്ടുതരികയാണ്. സാധാരണ നിലയിൽ 5 ഇഞ്ച് 6 ഇഞ്ച് 7 ഇഞ്ച് ഡയമീറ്ററുകളിലാണ് ബോർവെല്ലുകൾ കുഴിക്കാറുള്ളത്. എന്നാൽ നമുക്ക് ഈ കുഴൽക്കിണറിനകത്തേക്ക് ഒരു മോട്ടർ ഇറക്കണം. വർഷത്തിൽ ചിലപ്പോൾ മോട്ടറുകൾക്ക് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും, ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് മോട്ടോർ വീണ്ടും ഉയർത്താനും പിന്നീട് താഴ്ത്താനും ഒക്കെയുള്ള സൗകര്യം പരിഗണിക്കുന്ന സമയത്ത് 6 ഇഞ്ചിലോ 7 ഇഞ്ചിലോ ഡയമീറ്റർ വരുന്ന ബോർവെല്ലുകൾ കുഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കുഴൽ കിണറുകളുടെ പൊതുവെയുള്ള ഒരു ഘടന എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന മണ്ണിൻ്റെ ലെയറുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനിടയിൽ ഉപ്പുപാറകളൊക്കെ കണ്ടെന്ന് വെക്കാം. എന്നാൽ അതിനും താഴെ വെള്ളത്തിന് താഴോട്ട് അരിച്ചിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഉറച്ച കരിമ്പാറകൾ പോലെയുള്ള ശക്തമായിട്ടുള്ള പാറകളാണ് ഉണ്ടാവുക. ഈ പാറകൾ വീണ്ടും നമ്മൾ തുരന്ന് അകത്തേക്ക് പോയി കഴിയുന്ന സമയത്ത് ഭൂഗർഭ അറകൾ എന്ന് പറഞ്ഞ വലിയ കൺഫൈൻഡ് അക്വിഫയറുകൾ നമുക്ക് ഭൂമിക്കടിയിൽ കാണാൻ
സാധിക്കും. പുറം ലോകവുമായിട്ട്, അതായത് ഓക്സിജനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ള കൺഫൈൻഡ് അക്വിഫയറിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളമാണ് കുഴൽ കിണറുകൾ വഴി നമ്മൾ പുറത്തോട്ട് എത്തിക്കുന്നത്. എന്നാൽ സാധാരണ കിണറുകളെ വെച്ച് നോക്കുന്ന സമയത്ത് സാധാരണ കിണറുകളിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നീരൊഴുക്കുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളമാണ്. കുഴൽ കിണറിലെ വെള്ളവും നമ്മുടെ സാധാരണ കിണറ്റിലെ വെള്ളവും അതിൻ്റെ ഘടനയിലും സ്വഭാവത്തിലും രുചിയിലുമൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും കുഴൽ കിണറുകൾ അടിക്കുന്ന സമയത്ത് 5 അടി നീളമുള്ള ഇത്തരത്തിലുള്ള റാഡുകൾ ഷാഫ്റ്റുകളായിട്ട് നൽകിയിട്ടാണ് ഭൂമിക്കകത്തേക്ക് ഇവർ കുഴിച്ച് പോകുന്നത്. മണ്ണുള്ള ഭാഗം തുറക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ബിറ്റുകളും പാറ വരുന്ന ഭാഗം തുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ബിറ്റുകളുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മണ്ണുള്ള ഭാഗം കഴിഞ്ഞ് പാറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് വരുന്ന അത്രയും ഭാഗം PVC പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇവർ കേസിങ്ങുകൾ നൽകാറുണ്ട്. മണ്ണിൽ നിന്നും നീരൊഴുക്കുകൾ വഴി വരുന്ന മലിനജലമോ മറ്റോ കുഴൽക്കിണറിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള PVC പൈപ്പുകൾ കൊണ്ടുള്ള കേസിങ്ങുകൾ നൽകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പാറ കഴിഞ്ഞാലും 2 അടി ആഴത്തിലേക്ക് വീണ്ടും കുഴിച്ച് അതിനകത്തേക്ക് PVC പൈപ്പുകൾ ഇറക്കി വെക്കുന്ന തരത്തിലാണ് നമ്മൾ PVC പൈപ്പുകൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മുടെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മലിനജലമോ ചളിയോ അല്ലെങ്കിൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന രാസവളങ്ങളോ മറ്റോ നമ്മുടെ കുഴൽ കിണറിനകത്തേക്ക് വരികയും നമ്മുടെ വെള്ളം മലിനപ്പെടുത്താനും സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ പാറ തുരന്ന് നമ്മുടെ അക്വിഫയറിൽ എത്തിക്കറിയുന്ന സമയത്താണ് ശക്തമായിട്ട് വെള്ളം പുറത്തോട്ട് ചീറ്റുക. ഈ വെള്ളത്തിൻ്റെ പ്രവാഹം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ പണം മുടക്കിയ ഒരാൾക്ക് സമാധാനമാവുക. വെള്ളത്തിൻ്റെ ശക്തി പരിശോധിച്ചിട്ടായിരിക്കണം ഇതിൻ്റെ ജോലിക്കാർ ഈ ബോർവെല്ലിൽ ഏകദേശം എത്രത്തോളം വെള്ളം നമുക്ക് ലഭ്യമാവും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് പറയാറുണ്ട്. വെള്ളം കഴിഞ്ഞെങ്കിലും ഒരു 50 അടിയോ അല്ലെങ്കിൽ 100 അടിയോ വീണ്ടും അഡീഷണൽ ആയിട്ട് പാറ തുറന്ന് അകത്തേക്ക് കുഴിച്ചു വെക്കാറുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഡീഷണൽ ഡിസ്റ്റൻസ് നമ്മൾ ബോറ് കുഴിക്കുന്നത്. അതിനുശേഷം അവരുടെ മെഷീനുകളും ഷാഫ്റ്റുകളും എല്ലാം തിരിച്ചെടുത്ത് അത് ഊരി വയ്ക്കും. അതിൽ നിന്നും എത്ര ഷാഫ്റ്റുകൾ ഉപയോഗിച്ചു എന്ന് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര ആഴത്തിലാണ് ബോർവെല്ല് കുഴിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് അവർക്ക് നൽകേണ്ടത്. ഏകദേശം 1 അടി താഴോട്ട് കുഴിക്കാൻ വേണ്ടിയിട്ട് 150 രൂപയാണ് 6 ഇഞ്ച് വ്യാസമുള്ള കുഴൽ കിണറുകൾക്ക് എക്സ്പെൻസ് വരുന്നത്. ഇവിടെ ഏകദേശം ഒരു 150 അടിയോളം താഴോട്ട് കുഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴിക്കാനുള്ള എക്സ്പെൻസ് മാത്രമായിട്ടിട്ട് 22,500 രൂപ ചിലവ് വന്നിട്ടുണ്ട്. എന്നാൽ PVC പൈപ്പ് ഇറക്കി വെക്കേണ്ട അത്രയും ഹൈറ്റിൽ, അതായത് ഉപ്പുപാറയോ അല്ലെങ്കിൽ മണ്ണോ കാണുന്ന അത്രയും ഭാഗത്ത് ഇവർ കേസിംഗ് ആയിട്ട് നൽകുന്ന PVC പൈപ്പുകൾ നൽകുന്നതിൻ്റെ കോസ്റ്റ് നമ്മൾ എക്സ്ട്രാ നൽകേണ്ടതുണ്ട്. 1 അടി PVC പൈപ്പ് താഴ്ത്താൻ വേണ്ടിയിട്ട് 350 രൂപയാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 100 അടിയിലാണ് നമുക്ക് പാറ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് PVC പൈപ്പ് ഇറക്കാൻ ഏകദേശം 35,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ റിഗ്ഗിംഗ് യൂണിറ്റുകളും ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ 1000 രൂപ എക്സ്ട്രാ മേടിക്കാറുണ്ട്. അങ്ങനെ ടോട്ടൽ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 58,500 രൂപ ഇതിന് മൊത്തം ചെലവ് വരുന്നുണ്ട്. PVC പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൃത്യമായിട്ടൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. ISI മാർക്കുള്ള PVC പൈപ്പുകൾ മാത്രമേ കുഴൽക്കിണറിലേക്ക് ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ചെക്കും നടത്താതെയുള്ള തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന PVC പൈപ്പുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും കുഴൽക്കിണറിൽ കേസിംഗ് നൽകുന്നത്. അത്തരത്തിലുള്ള പൈപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ നശിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ISI മാർക്ക് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മാത്രമേ നിങ്ങൾ PVC പൈപ്പുകൾ കുഴൽക്കിണറിലേക്ക് ഇറക്കാൻ സമ്മതിക്കാവൂ. കുഴൽക്കിണർ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ടാങ്കിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പമ്പുകൾ ഇതിലേക്ക് ഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഘട്ടം. ഏത് പമ്പുകൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആഴത്തിലാണ് കുഴൽക്കിണർ അടിച്ചിട്ടുള്ളത്, നമ്മുടെ വെള്ളത്തിൻ്റെ ഈൽഡ്, അതായത് നമുക്ക് വെള്ളം ലഭിക്കുന്നതിൻ്റെ ആ ഒരു തോത് എങ്ങനെയാണ്, നമ്മുടെ വാട്ടർ ടാങ്ക് നിൽക്കുന്നത് കിണറിൽ നിന്നും എത്ര അകലത്തിലാണ് അല്ലെങ്കിൽ ഉയരത്തിലാണ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് പമ്പ് ഏതാണ് എന്ന് നമ്മൾ തീരുമാനിക്കാറുള്ളത്. സാധാരണ നമ്മൾ ബോർവെല്ലുകൾക്ക് വേണ്ടിയിട്ട് സബ്മെർസിബിൾ പമ്പുകളാണ് ഉപയോഗിക്കാറുള്ളത്. ടെക്സ്മോ, കിർലോസ്കർ, CRI, KSP തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ നല്ല സബ്മെർസിബിൾ പമ്പുകൾ പുറത്തിറക്കുന്ന ബ്രാൻഡുകളാണ്.
മുമ്പ് കാലത്ത് കംപ്രസർ പമ്പുകൾ ഇത്തരത്തിലുള്ള കുഴൽക്കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ കംപ്രസർ പമ്പുകളുടെ ഡിസ്ചാർജ് വളരെ സ്ലോ ആയതിനാലും അതിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം അല്പം കൂടുതലായതിനാലും ഇപ്പോൾ പൊതുവെ കംപ്രസർ പമ്പുകൾ സജസ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ചുരുക്കം ചില അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബോർവെല്ലുകളിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ ചളി കലർന്ന വെള്ളമാണ് ബോർവെല്ലിൽ നിന്ന് വരുന്നതെങ്കിലോ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോഴും കംപ്രസർ പമ്പുകൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. വെള്ളം നമ്മുടെ കുഴൽക്കിണറിൻ്റെ ആഴത്തിൽ നിന്നും നമ്മുടെ ടാങ്കിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഹെഡ്, അതായത് എത്ര ഉയരമുണ്ട് എന്നത് കണക്കിലെടുത്തിട്ടാണ് ഈ പമ്പിൻ്റെ കപ്പാസിറ്റി 1 HP വേണോ 1.5 HP വേണോ 2 HP വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഇലക്ട്രീഷ്യനുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം വിവിധ കമ്പനികളുടെ പമ്പുകളുടെ കപ്പാസിറ്റിയിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നമുക്ക് എത്ര ഉയരത്തിലേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടി വരിക എന്നത് മനസ്സിലാക്കി ഇലക്ട്രീഷ്യൻ്റെ അഡ്വൈസോടുകൂടെയുള്ള കപ്പാസിറ്റിയുള്ള പമ്പുകൾ സ്ഥാപിക്കുന്നതാണ് നല്ലത്. കുഴൽക്കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിന് ഒരു രുചി വ്യത്യാസവും നിറവ്യത്യാസവും ഒക്കെ സാധാരണ കാണാറുണ്ട്. അതിൻ്റെ കാരണം പലതരത്തിലുള്ള ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇത്തരത്തിൽ കുഴൽക്കിണറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവത്തിൽ ഓരോ വ്യത്യാസങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. ചില ഭാഗത്തെ വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും, ചില ഭാഗത്ത് pH വാല്യൂ വളരെ കൂടുതലായിരിക്കും, അത് കുറെ കൂടെ ഹാർഡായിട്ടുള്ള വാട്ടർ ആയിരിക്കും. ചില പ്രദേശങ്ങളിൽ TDS വാല്യൂ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബോർവെല്ല് കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം ഒരു തവണയെങ്കിലും ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. TDS അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വെള്ളം നമ്മൾ അമിതമായിട്ട് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹാർഡ് വാട്ടർ പോലെയുള്ള വെള്ളങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലെ ടൈലുകൾ, നമ്മുടെ സാനിറ്ററി ഐറ്റംസ്, നമ്മുടെ CP ഫിറ്റിങ്സ് ഇതെല്ലാം തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ആ വെള്ളത്തിന് പ്രശ്നം, എന്തെങ്കിലും കാര്യങ്ങൾ അനുവദനീയമായതിൽ കൂടുതൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുവേണ്ട പരിഹാര നടപടികൾ ആവശ്യമായ രീതിയിൽ നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അതിന് പരിഹാരമായിട്ട് നമ്മൾ ഏത് ഫിൽറ്ററാണ് വെക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 100% എല്ലാ കുഴൽക്കിണറുകളും സക്സസ് അല്ല എന്നുള്ളതാണ്. അതായത് നിർഭാഗ്യവശാൽ നിങ്ങളുടെ കുഴൽക്കിണറിനകത്ത് വെള്ളം കണ്ടില്ല എന്ന് വെക്കുക. ആ കുഴൽക്കിണർ നിങ്ങൾ അവിടെ അതേപോലെ ഉപേക്ഷിച്ച് പോവാതെ നിങ്ങൾ അടുത്ത മഴക്കാലത്ത് ചളിവെള്ളമോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലങ്ങളോ ഈ കുഴൽക്കിണർ വഴി നമ്മുടെ ഭൂഗർഭ അറയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സാധ്യതയെ തീർച്ചയായിട്ടും നിങ്ങൾ തടയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കൺഫൈൻഡ് അക്വിഫയറുകൾ കിലോമീറ്ററുകളോളം ഭാഗം കണക്ട് ചെയ്ത് നിൽക്കുന്നവയായിരിക്കും. മഴക്കാലത്ത് നമ്മുടെ പറമ്പിലൂടെ മലിനമായിട്ടുള്ള ജലങ്ങൾ ഇത്തരത്തിലുള്ള ഉപേക്ഷിക്കപ്പെട്ട കുഴൽക്കിണറിലൂടെ നമ്മുടെ ഭൂഗർഭ അറയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ഒന്നാകെ കുഴൽക്കിണറുകളെ മലിനമാക്കാൻ അത് ചിലപ്പോൾ കാരണമായേക്കാം. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ കുഴൽക്കിണറുകൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇതിൻ്റെ PVC പൈപ്പുകൾ അടച്ചു വെക്കാനോ അല്ലെങ്കിൽ വെള്ളം അതിലേക്ക് ഇറങ്ങാത്ത തരത്തിൽ വളരെ സേഫ് ആയിട്ട് നമ്മൾ ഈ കാര്യം കൈകാര്യം ചെയ്യാനോ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ